എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ കരുനാഗപ്പള്ളി. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആനുകാലിക വിഷയങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട നോബൽ പ്രൈസാണ് നമ്മളിന്ന് എടുക്കുക. അപ്പോൾ നോബൽ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ടറിയാം, PSCയുടെ സ്ഥിര ചോദ്യമാണ് നോബൽ പ്രൈസ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് അകമഴിഞ്ഞ് പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നോബൽ സമ്മാനത്തിലേക്ക് കടക്കാം. നമുക്കറിയാം 1901 മുതലാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. അപ്പോൾ അന്ന് തൊട്ട് ഇത് ഏർപ്പെടുത്തുമ്പോൾ ഇത് ഇത്രമാത്രം PSC ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പ്രൈസ് മണി തന്നെയാണ്. 7 കോടിയോളം പ്രൈസ് മണിയാണ്. അതുമാത്രമല്ല 6ഓളം വിഷയങ്ങൾക്ക് ഈ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ രീതിയായിരുന്നെങ്കിൽ ഒരു വിഷയത്തിന് ചിലപ്പോൾ ഒരാളായിരുന്നു, അയാൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഇപ്പം അങ്ങനല്ല, മിക്കവാറും എല്ലാ വിഷയങ്ങൾക്കും ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏത് രാജ്യത്തുള്ളവരാണ്, അവരുടെ കണ്ടെത്തൽ എന്താണ് എന്നീ വസ്തുതകൾ കൂടി നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 2024 നോബൽ പ്രൈസാണ്. അപ്പോൾ അടുത്ത 25 നോബൽ സമ്മാനം വരുമ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയും കഴിയും. ഇനി 25 അവസാന സമയത്ത് അല്ലെങ്കിൽ 26 തുടക്കത്തിലായിരിക്കും അടുത്ത 25 നോബൽ പ്രൈസ് വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും പുതിയ സാധനം 2024 തന്നെയാണ്. നമുക്കറിയാം, ഇത് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ആദ്യം പ്രഥമമായിട്ട് പഠിക്കുന്ന ടോപ്പിക് കൂടിയാണ് നോബൽ പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഇന്നിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പരീക്ഷയും ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോബൽ 2024 നമുക്കറിയാം 6 വിഷയങ്ങൾക്കാണ് നോബൽ പ്രൈസ് കൊടുക്കുക. അതിൽ പ്രധാനമായും നമ്മളിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് സാഹിത്യം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം ലിറ്ററേച്ചർ, സാഹിത്യ നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ 2024 സാഹിത്യ നോബൽ കിട്ടിയത് ദക്ഷിണ കൊറിയക്കാരിയായിട്ടുള്ള ഹാങ് കാങ്ങിനാണ് ഈ പ്രാവശ്യത്തെ സാഹിത്യ നോബൽ കിട്ടിയത്. അവർ സൗത്ത് കൊറിയ. അപ്പോൾ 2024 ലിറ്ററേച്ചറിന് ഈ പ്രാവശ്യം ഒരാൾക്കേ ഉള്ളൂ. ഈ പ്രാവശ്യം കുറേ സമയമായിട്ട് സാഹിത്യത്തിന് ഒരാൾക്കാണ് കിട്ടാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആളെ പഠിക്കേണ്ടി വരും, അതിന് മുമ്പത്തെ ആളെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആദ്യം 24 മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം, പിന്നെ ജസ്റ്റ് 23 ജസ്റ്റ് ഒന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ 24 സാഹിത്യ നോബൽ കിട്ടിയ ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാങ് കാങ്. ഇവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സാഹിത്യ നോബൽ എത്തുന്നത്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അപ്പോൾ സൗത്ത് കൊറിയ എന്ന രാജ്യത്ത് നിന്നും സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വ്യക്തിയാണ് ഹാങ് കാങ് എന്ന വസ്തുതയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതുമാത്രമല്ല സൗത്ത് കൊറിയ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ളതാണ്, ഏഷ്യക്കാരിയാണ്. അപ്പോൾ ഏഷ്യൻ രാജ്യത്തുള്ളവരാണ്. അപ്പോൾ ഏഷ്യയിൽ നിന്നും സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വനിത എന്ന ആൻസർ കൂടി വരും. സൗത്ത് കൊറിയയിൽ നിന്നും സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വ്യക്തിയും ഏഷ്യയിൽ നിന്നും സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വനിതയുമാണ് ഹാങ് കാങ്. കാര്യം നമുക്ക് നന്നായിട്ടറിയാം, ഏഷ്യയിൽ നിന്നും സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വ്യക്തി ഒരിക്കലും ഹാങ് കാങ് ആകത്തില്ല. കാരണം അവിടെ രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്. അപ്പോൾ ഗീതാഞ്ജലി എഴുതിൻ്റെ പേരിൽ രവീന്ദ്രനാഥ ടാഗോറിന് 1913 നോബൽ സമ്മാനം കിട്ടിയ കാര്യം നമ്മളെല്ലാവരും GK ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാകാൻ ഒരിക്കലും സാധ്യത ഹാങ് കാങ് ഇല്ല. ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതയും സൗത്ത് കൊറിയ എന്നുള്ള രാജ്യത്തെ ആദ്യത്തെ വ്യക്തിയുമാണ് ഹാങ് കാങ്. ഇന്ന് നമുക്കറിയാം ഹാങ് കാങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രശസ്തമായ ഒരു കൃതി ഈ അടുത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി, വെജിറ്റേറിയൻ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് 2016 ഈ കൃതിക്ക് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടി. ഇത് നമ്മൾ ഹോപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിൽ ബുക്കർ പ്രൈസ് ഒരിക്കൽ എടുത്തതാണ്. അത് വിശദമായിട്ട് ആ ക്ലാസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് നമുക്കിത് ഡീപ്പായിട്ട് എടുക്കുന്നില്ല. എങ്കിൽ ഈ ഒരു കാര്യം മാത്രം ഓർക്കുക, 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയ ഹാങ് കാങ്ങിന്റെ കൃതിയാണ് വെജിറ്റേറിയൻ. മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രത്യേകം നമുക്ക് നന്നായിട്ടറിയാം. ഏത് ഭാഷയിൽ എഴുത്തുകാർക്ക് കിട്ടും? ആ എഴുതുന്ന കൃതി ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഹാങ് കാങ് എഴുതിയ കൃതി ആരോ ഒരാൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ വിവർത്തനം ചെയ്ത് കിട്ടിയതാണ് വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. 2016 സംഭവിച്ചത്. ആ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് വെജിറ്റേറിയൻ കിട്ടിയ കൃതി ആര് അത് വിവർത്തനം ചെയ്തെന്ന് ചോദിച്ചാൽ ഡെബോറ സ്മിത്ത് ആണ് വിവർത്തനം ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2024 സാഹിത്യ നോബൽ നേടുന്ന വ്യക്തിയാണ് ഹാങ് കാങ്. അവർ ദക്ഷിണ കൊറിയക്കാരിയാണ്. സൗത്ത് കൊറിയയിൽ നിന്ന് സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ വ്യക്തിയും ഏഷ്യയിൽ നിന്ന് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വനിതയുമാണ് ഹാങ് കാങ്. അവരെ പ്രശസ്തമായ ഒരു കൃതിയാണ് നമ്മൾ പറഞ്ഞത് വെജിറ്റേറിയൻ. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വെജിറ്റേറിയന് 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടി. ആ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയ വെജിറ്റേറിയൻ ആര് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെബോറ സ്മിത്ത്. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം, ഈ വെജിറ്റേറിയനെ വെജിറ്റബിൾസ് എന്ന് എടുക്കാം, ഇവിടെ ഡെവറയെന്ന് എടുക്കാം. ഈ ഡെവറയ്ക്കകത്താണ് നമ്മൾ വെജിറ്റബിൾ എടുക്കുക. ആ എടുക്കുന്നത് കൈ കൊണ്ടായിരിക്കും, അതാണ് ഹാൻഡ് എന്ന് ഉദ്ദേശിച്ചാൽ സെറ്റാവും.
അപ്പോൾ വെജിറ്റബിൾ എടുക്കുക, കൈ കൊണ്ടെടുക്കുക, അതെടുക്കുന്നത് ഏത് ഒരു പാത്രത്തിലായിരിക്കും, ആ പാത്രമാണ് ഡെബോറ അല്ലെങ്കിൽ ഡെവറ എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം 2024 സാഹിത്യ നോബൽ നേടിയ ആളുടെ പേരാണ് ഹാങ്കാൻ. സൗത്ത് കൊറിയയിൽ നിന്നും സാഹിത്യ നോബൽ നേടുന്ന ആദ്യ വ്യക്തിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രധാന വസ്തുത എന്ന് പറഞ്ഞത്, ഏത് ആൾക്ക് നോബൽ സമ്മാനം കൊടുത്താലും അത് സംഘടന ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ, ആ കൊടുക്കുന്നത് എന്തിനു കൊടുത്തു എന്ന് ഒരു ക്യാപ്ഷൻ നോബൽ സംഘാടകരിടും. അതൊരു പക്ഷേ കണ്ടെത്തലായിരിക്കാം, അല്ലെങ്കിൽ അവർ കൊടുത്ത പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ഈ പ്രാവശ്യം സാഹിത്യ നോബൽ കിട്ടിയ ഹാങ്കാങ്ങിന് ഈ പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടാനുള്ള ഒരു മാറ്ററുണ്ട്. അത് ഞാൻ പറയാം. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന മനുഷ്യജീവിതത്തിൻ്റെ ദുർബലതകൾ വിളിച്ചോതുന്ന അവരുടെ കൃതികൾക്ക് അല്ലെങ്കിൽ കാവ്യഗദ്യ സമാഹാരങ്ങൾക്കാണ് ഈ പ്രാവശ്യം അവർക്ക് പുരസ്കാരം കിട്ടിയത്. ഒന്നുകൂടെ പറയാം, ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ദുർബലതകൾ തുറന്നു കാട്ടുന്ന അവരുടെ തീവ്രമായ കാവ്യഗദ്യ സമാഹാരങ്ങൾക്കാണ് ഈ പ്രാവശ്യത്തെ സാഹിത്യ നോബൽ കിട്ടാൻ അവർ അർഹയാക്കിയത്. അല്ലാതെ വെജിറ്റേറിയൻ എന്ന കൃതിക്കല്ല. അതങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. അവരുടെ പ്രശസ്തമായ ഒരു കൃതി പറഞ്ഞു അത്രമാത്രം. അവർ കിട്ടാനുള്ള കാരണം ഇതാണ്, ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ദുർബലതകൾ തുറന്നു കാട്ടുന്ന അവരുടെ തീവ്രമായ കാവ്യഗദ്യ സമാഹാരങ്ങൾക്ക്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് സാഹിത്യ നോവലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2022 സാഹിത്യ നോവൽ കിട്ടിയത് ആനി എർണോക്സ്, ഫ്രാൻസ്. ഇതൊരിക്കൽ PS ചോദിച്ചു, സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഫ്രഞ്ച് വനിതയാണ് ആനി എർണോക്സ്. പക്ഷേ PS ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പഠിച്ചത് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഫ്രഞ്ച് വനിതയാണ് ആനി എർണോക്സ് എന്നാണ്. പക്ഷേ PS ചോദിച്ചത് അങ്ങനല്ല, സാഹിത്യ നോബൽ നേടുന്ന ഫ്രാൻസിൽ നിന്നുള്ള എത്രാമത്തെ വ്യക്തിയായിരുന്നു ആനി എന്ന്. അത് കറക്റ്റ് ആൻസർ 16ാമത്തെയാണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള ആദ്യത്തെ വനിതയും മൊത്തം 15 പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ 15 + 1 16ാമത്തെ വ്യക്തിയാണ് ആനി എർണോക്സ്. ഇനി 2023 സാഹിത്യ നോബൽ കിട്ടിയത് ജോൺ ഒലവ് ഫോസെ. ജോൺ ഒലവ് ഫോസെ. ചിലതിനകത്തൊക്കെ ജോൺ ഫോസെ എന്ന് മാത്രമേ കാണാറുള്ളൂ. നമ്മൾ ജോൺ ഒലവ് ഫോസെ ഫുൾ നെയിം പഠിക്കുകയാണ്. അവർ നോർവേ. അദ്ദേഹം നോർവേയിൽ നിന്ന് 4ാമത്തെ വ്യക്തി. അപ്പോൾ നമ്മൾ നോബൽ സമ്മാനം സംബന്ധിച്ചിടത്തോളം 24 പുതിയത് മാത്രം പഠിച്ചാൽ പോരാ, ജസ്റ്റ് തൊട്ട് മുന്നത്തെ കൂടെ പഠിക്കേണ്ടി വരും. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും പറയുന്നില്ല, നമുക്ക് അതിൻ്റെ സമയപരിമിതികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒറ്റ പേരായതുകൊണ്ട് മാത്രം സാഹിത്യ നോബൽ 22 കിട്ടിയത് ആനി എർണോക്സ്, 23 കിട്ടിയത് ജോൺ ഒലവ് ഫോസെ, 24 കിട്ടിയത് ഹാങ്കാൻ. അപ്പോൾ നമുക്കറിയാം, ഈ ആനി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആണി എന്ന് വായിക്കാൻ പറ്റും. ഈ ആണി കൊണ്ട് ഇവിടെ ഓലയിലാണ് എഴുതുക. ആ ഓലയിൽ എഴുതണമെങ്കിൽ കൈകൾ വേണം. അപ്പോൾ ആദ്യം ആണി, പിന്നെ ഓല, പിന്നെ കൈകൾ എന്ന് ഓർത്ത് വെച്ചാൽ നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ 22 ആനി എർണോക്സ്, 23 ജോൺ ഒലവ് ഫോസെ, 24 ഹാങ്കാൻ. അപ്പോൾ നോബൽ സമ്മാനം 2024 നമ്മൾ കടന്നു കഴിഞ്ഞു. ആദ്യം എടുത്തത് സാഹിത്യ നോബലായിരുന്നു, കിട്ടിയത് ഹാങ്കാൻ. അടുത്ത 6 സബ്ജക്റ്റിൽ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീസ്, സമാധാനം. ഈ പ്രാവശ്യം സമാധാന നോബൽ കിട്ടിയത് ഒരു വ്യക്തിക്കല്ല, ഒരു സംഘടനയ്ക്കാണ്. സംഘടനയുടെ പേര് നിഹോൺ ഹിദാൻക്യോ. നിഹോൺ ഹിദാൻക്യോ. ജപ്പാനാണ് ഇതിൻ്റെ ആസ്ഥാനം. 1956 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ജപ്പാനിലെ ടോക്കിയോയിൽ നിലയിൽ വന്ന ഒരു സമാധാന സംഘടനയാണ് നിഹോൺ ഹിദാൻക്യോ. അപ്പോൾ 1956 ഓഗസ്റ്റ് 10-ാം തീയതി ജപ്പാനിലെ ടോക്കിയോയിൽ നിലയിൽ വന്ന ഒരു സമാധാന സംഘടനയാണ് നിഹോൺ ഹിദാൻക്യോ. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം, ഇവിടെ ഒരു വ്യക്തിക്കല്ല കിട്ടിയത്, ഒരു സംഘടനയ്ക്കാണ്. ഈ സംഘടനയുടെ മുദ്രാവാക്യം, വേണമെങ്കിൽ സ്ലോഗൻ എന്നൊക്കെ പറയാം, അതിൻ്റെ മുദ്രാവാക്യമാണ് ഇനിയില്ല ഹിബാകുഷ. ഇനിയില്ല ഹിബാകുഷ. ഈ സംഘടനയുടെ മുദ്രാവാക്യമാണ് ഇനിയില്ല ഹിബാകുഷ. അപ്പോൾ 2024 സമാധാന നോബൽ സമ്മാനം കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ്. ആ സംഘടനയുടെ പേര് നിഹോൺ ഹിദാൻക്യോ. ജപ്പാനിലെ ടോക്കിയോ ജപ്പാന്റെ ക്യാപിറ്റലാണ്. 1956 ഓഗസ്റ്റ് 10-ന് ഇത് ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഇനിയില്ല ഹിബാകുഷ എന്നാണ് ഇതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു. ഇട്ട ബോംബ് അണുബോംബായിരുന്നു. ഒരു രാജ്യത്തോട് ചെയ്യാൻ പാടില്ലാത്തതാണ് അമേരിക്ക ചെയ്തത്. അമേരിക്കയാണ് ബോംബിട്ടത്. അമേരിക്കയുടെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതിന് ചരിത്രവും കൊണ്ട് അതിൻ്റെ പേരിൽ അതിൻ്റെ വാശി തീർത്ത ഒരു അണുബോംബിലൂടെ ആയിരുന്നു. നമുക്കറിയാം, ആ അണുബോംബിലൂടെ ജപ്പാനിൽ 1.5 ലക്ഷത്തോളം 2 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെടുകയും അതൊരു കെമിക്കൽ ബോംബായതുകൊണ്ട് തന്നെ അതിൻ്റെ റിയാക്ഷൻ വരും തലമുറയെ ബാധിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ജീവിച്ചവരെയും മരിച്ചവരെയും അവിടെ അറിയപ്പെടുന്ന പേരാണ് ഹിബാകുഷ.
ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം 1945 ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 9. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഈ സംഘടന വന്നത്. അപ്പോൾ ഓഗസ്റ്റ് 10 എടുക്കാം. ഓഗസ്റ്റ് 9 ലാസ്റ്റ് ബോംബ് വീണ് ഓഗസ്റ്റ് 10 സംഘടന വന്നു. പക്ഷേ വർഷം 11 വർഷം കഴിഞ്ഞിട്ടാണ് അത് ഓർത്താൽ മതി. അപ്പോൾ എവിടെയൊക്കെ ബോംബ് വീണേ? ഹിരോഷിമയിലും നാഗസാക്കി. അപ്പോൾ ഹിരോഷിമയുടെ ഹി, നാഗസാക്കിയുടെ എന്നെടുക്കാം. ഇപ്പോൾ ബോംബ് ഇടുന്നില്ല, സൈറം മുഴക്കിക്കൊണ്ടാ, ഹോൺ അടിച്ചുകൊണ്ടല്ലേ. അപ്പോൾ നിഹോൺ ഹിദാൻഗ്യോ. അപ്പോൾ അവരുടെ ഹൃദയത്തിലേക്കാണ് ബോംബ് വീണത്. അപ്പോൾ സംഘടനയുടെ പേര് നിഹോൺ ഹിദാൻഗ്യോ, രാജ്യം ജപ്പാൻ. 1956 ഓഗസ്റ്റ് 10 ഫോം ചെയ്ത ഈ സംഘടനയുടെ മുദ്രാവാക്യമാണ് ഇനിയില്ല ഹിബാകുഷ. അപ്പോൾ നമുക്കറിയാം ഇവർക്ക് ഈ സംഘടനയ്ക്ക് എന്താണ് കിട്ടാനുള്ള സംഘാടകർ പറഞ്ഞിരിക്കുന്ന മാറ്റർ, അതായത് ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം നേടാനുള്ള അതിൻ്റെ ശ്രമങ്ങൾ, ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനും, ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകം നേടാനും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനും ഈ വർഷത്തെ 2024 സമാധാന നോബൽ ഈ സംഘടന സ്വന്തമാക്കുന്നു. സംഘടനയുടെ പേര് നിഹോൺ ഹിദാൻഗ്യോ. അപ്പോൾ നാഗസാക്കിയിലും ഹിരോഷിമയിലും, അങ്ങനെയല്ല പേര് വന്നത്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായൊരു സംഘടനയാണ്. അതിനെ പ്രതിരോധിക്കുക, ഇനി ആണവായുധങ്ങൾ ഉണ്ടാകരുതെന്നൊരു ലക്ഷ്യത്തോടെ ഉണ്ടായി വന്നൊരു സംഘടനയാണ് നിഹോൺ ഹിദാൻഗ്യോ. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അധ്യക്ഷനും ഉപാധ്യക്ഷനും എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട്, ടോഷിയോക്കി മിമാക്കി. ടോഷിയോക്കി മിമാക്കി. ടോഷിയോക്കി മിമാക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉപാധ്യക്ഷനാണ്. ഇദ്ദേഹം പറഞ്ഞത് ഒരു മാറ്റർ പറഞ്ഞു. കാര്യം ഇപ്പോൾ ഈ സമാധാന നോബൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ മാറ്റർ കൊട്ടേഷന് പ്രാധാന്യം ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ആണവായുധങ്ങൾ ലോകത്ത് ഒരു സമാധാനവും കൊണ്ടുവരില്ല. ഒന്നുകൂടെ പറയാം, ടോഷിയോക്കി മിമാക്കി പറഞ്ഞ കൊട്ടേഷൻ ഇതാണ്, ആണവായുധങ്ങൾ ലോകത്ത് ഒരു സമാധാനവും കൊണ്ടുവരില്ല. അപ്പോൾ 2024 സമാധാന നോബൽ കിട്ടിയ സംഘടനയാണ് നിഹോൺ ഹിദാൻഗ്യോ. അപ്പോൾ നമുക്കറിയാം ഈ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരുകൾക്ക് ഈ കായും കീയും കോമൺ ആയിട്ട്, ടോഷിയോക്കി, അതേപോലെ ഹിദാൻഗ്യോ, ടോക്കിയോ, അതിൽ നമ്മൾ കേട്ടിട്ടുള്ള സുസുക്കി, അതുപോലെ നമ്മൾ കളിച്ചിട്ടുള്ള സുഡോക്കു, അതിനകത്തെല്ലാം ഈ കായും കീയും ഒക്കെ പൊതുവായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പേര് ഓർക്കാൻ സുഖമായിരിക്കും, ടോഷിയോക്കി മിമാക്കി. ക്ലിയർ? അപ്പോൾ 2024 സമാധാന നോബൽ കിട്ടിയത് സംഘടനയാണ് നിഹോൺ ഹിദാൻഗ്യോ. ഞാൻ 2023 പറയാം. 2023 സമാധാന നോബൽ കിട്ടിയത് ഒരു സ്ത്രീക്കായിരുന്നു, നർഗീസ് മുഹമ്മദി. നർഗീസ് മുഹമ്മദി, ഇറാൻ. സമാധാന നോബൽ നേടുന്ന മുസ്ലിം വിഭാഗത്തു നിന്നുള്ള 9ാമത്തെ വ്യക്തിയും സമാധാന നോബൽ നേടുന്ന മുസ്ലിം വിഭാഗത്തു നിന്നുള്ള 4ാമത്തെ വനിതയുമാണ് നർഗീസ് മുഹമ്മദി. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇറാനിലെ സ്ത്രീകളുടെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സമാധാന നോബൽ കിട്ടിയത് നർപീസ് മുഹമ്മദി എന്ന് പഠിച്ചാൽ സുഖമാണ്. കാര്യം പീസ് സമാധാനം ചേർക്കുകയാണെ, നർഗീസ് മുഹമ്മദിയെ നമുക്ക് നർപീസ് മുഹമ്മദി ആക്കാം. അപ്പോൾ 9ാമത്തെ മുസ്ലിം വിഭാഗത്തിലുള്ള വ്യക്തിയും 4ാമത്തെ വനിത കൂടിയാണ് നർഗീസ് മുഹമ്മദി. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇറാനിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി പോരാടി. അപ്പോൾ 23 നർഗീസ് മുഹമ്മദി ആണെങ്കിൽ ഈ പ്രാവശ്യം ഒരു സംഘടനയ്ക്കാണ്, ആ സംഘടനയുടെ പേര് നിഹോൺ ഹിദാൻഗ്യോ. അപ്പോൾ 2024 സമാധാന നോബൽ സമ്മാനം. ഓക്കെ, അപ്പോൾ 2024 നോബലിൽ നമ്മൾ 2 വിഷയങ്ങൾ കവർ ചെയ്തു. ഒന്ന് സാഹിത്യവും മറ്റൊന്ന് സമാധാനവും. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു. ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഓരോ ആൾക്കാരെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ഒരുപക്ഷെ വ്യത്യസ്ത രാജ്യങ്ങളായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് കാണുക. ആദ്യം നമുക്ക് മെഡിസിൻ എടുക്കുകയാണ്. 3ാമതായിട്ട് സാഹിത്യം, സമാധാനം. അടുത്തത് മെഡിസിൻ, വൈദ്യശാസ്ത്രമാണ്. ഈ പ്രാവശ്യം 2 പേർക്ക് വൈദ്യശാസ്ത്ര നോബൽ കിട്ടി. വിക്ടർ ആംബ്രോസ്, ഗാരി റുക്കിൻ. വിക്ടർ ആംബ്രോസ്, ഗാരി റുക്കിൻ. നമുക്ക് നന്നായിട്ട് അറിയാം, ഇനി പഠിക്കുന്ന നമ്മൾ കുറേ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരും USA തന്നെ ആയിരിക്കും. കാര്യം ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് USA തന്നെയാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം മിക്കവാറും കയറുന്നത് US മറ്റ് പല സ്ഥലത്തും ജനിച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോവുക? USA. അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരിൽ എവിടെയുള്ളത്? USA. അപ്പോൾ ഈ പ്രാവശ്യം 2 പേർക്ക് മെഡിസിന് നോബൽ സമ്മാനം കിട്ടി. അവർ 2 പേരും USA. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരെ വിജയിക്കൂ. അപ്പോൾ വിക്ടർ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാരേജിൽ നിറച്ച് മെഡിസിൻ ആയിരിക്കും. അപ്പോൾ വിക്ടർ ഗ്യാരി മെഡിസിൻ നമ്മൾ പഠിക്കുക. അപ്പോൾ 2024 മെഡിസിൻ നോബൽ സമ്മാനം കിട്ടിയ 2 പേര് വിക്ടർ ഗ്യാരി മെഡിസിൻ. അപ്പോൾ നമുക്ക് മെഡിസിൻ എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മാറ്റർ ഓർത്താൽ മതി, വിക്ടർ ഗ്യാരി മെഡിസിൻ. പിന്നെ അത് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും, വിക്ടർ ആംബ്രോസ് എന്നും ഗാരി റുക്കിൻ എന്നും. ഇനി ഇവരുടെ കണ്ടെത്തലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മൈക്രോ RNA കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് മൈക്രോ RNA.
മൈക്രോ RNA കണ്ടെത്തലുകളും കൂടാതെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിന്റെ പങ്ക് വിശദീകരിച്ചു. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണം അത് ഞാൻ എന്താണെന്നൂടെ പറഞ്ഞുതരാം. അതായത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ ജീൻ നിയന്ത്രിക്കുന്നു എന്നതിന്റെ പങ്ക് വിശദമാക്കി. മെയിനായിട്ടും പറയുകയാണെങ്കിൽ മൈക്രോ RNA കണ്ടെത്തൽ, പിന്നെ മനുഷ്യ ശരീരത്തിൽ ജീൻ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ പങ്ക് കൂടി വിശദീകരിച്ച ഈ രണ്ട് സയന്റിസ്റ്റുകൾക്ക്, ആരൊക്കെ ശാസ്ത്രജ്ഞർക്ക്, വിക്ടർ ആംബ്രോസും ഗ്യാരി റൂക്കിനും ഈ പ്രാവശ്യത്തെ മെഡിസിന് നോബൽ സമ്മാനം കിട്ടി. അപ്പോൾ നിങ്ങളോട് പറയാം, ഇവരെ ഓർക്കാൻ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. വിക്ടർ, ഗ്യാരി, മെഡിസിൻ. അടുത്തത് നമ്മൾ നാലാമത്തെ നോബൽ സമ്മാനം, നാലാമത്തെ പ്രധാന സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. 2024 ഈ പ്രാവശ്യം 3 പേർക്കാണ് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ അടുത്ത വിഷയം നമ്മൾ രസതന്ത്രം, കെമിസ്ട്രിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ ഒരു പ്രീവിയസ് ക്വസ്റ്റനിൽ 2023 എത്ര പേർക്ക് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെയെങ്കിൽ 2024 എത്ര പേർക്ക് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടി? അതും 3 പേർക്ക് തന്നെയാണ്. അപ്പോൾ ആ 3 പേര് ആരൊക്കെയാണെന്ന് കൂടി പഠിക്കേണ്ടി വരും. ഓക്കെ, അവർ രാജ്യങ്ങളും പഠിക്കേണ്ടി വരും, അവർക്ക് ഒരു വ്യത്യസ്ത കണ്ടെത്തലുകളുണ്ട്, അതും കൂടെ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ 3 പേരിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒന്ന്, ഡേവിഡ് ബെക്കർ USA, ഡെമിസ് ഹസാബിസ് ബ്രിട്ടീഷ്, ജോൺ ജംബർ USA. ഡേവിഡ് ബെക്കർ USA, ഡെമിസ് ഹസാബിസ് ബ്രിട്ടീഷ്, ജോൺ ജംബർ USA. അപ്പോൾ ഈ 3 പേർക്ക് കൂടി നോബൽ സമ്മാനം കെമിസ്ട്രിക്ക് ഈ പ്രാവശ്യം കിട്ടി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡേവിഡ് ബെക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, അതായത് പ്രോട്ടീനും മറ്റു കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ വൽക്കരിച്ചുള്ള പരിപാടി. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രാവശ്യത്തെ കെമിസ്ട്രിക് നോബൽ സമ്മാനത്തിൽ ഡേവിഡ് ബെക്കർ അർഹനായത്. എങ്കിൽ ഈ 2 പേരും പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് പ്രഡിക്ഷൻ, പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് പ്രഡിക്ഷൻ, പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് പ്രഡിക്ഷൻ. ഞാൻ പറയുന്നത് നന്നായിട്ട് കേട്ടാൽ മതി, നമുക്ക് അത്ര എഴുതി കൊള്ളാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ PSC കറക്റ്റായിട്ട് ചോദിക്കും, ഈ 2024 കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയവരിൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട വ്യക്തി അത് ഡേവിഡ് ബെക്കറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ് അക്ഷയ സെൻറ്റർ. അവിടെയൊക്കെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ സെൻറ്ററിൽ നമ്മൾ പോകാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഇരിക്കുന്ന തൊട്ട് ഭാഗത്ത് ഒരു ഡസ്റ്റ് ബിന്നോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബക്കറ്റ് കാണും. അപ്പോൾ ഇവിടെ ബക്കറ്റ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലേ ബെക്കർ. അപ്പോൾ ബക്കറിൻ്റെ അടുത്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ വരിക. ഓക്കെ, അപ്പോൾ ബക്കറിൻ്റെ അടുത്ത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ വരും. ബാക്കി 2 പേരും അപ്പോൾ എന്തായിരിക്കും? പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് പ്രഡിക്ഷൻ ആയിരിക്കും, പ്രോട്ടീൻ്റെ ഘടനയും പ്രവചനങ്ങൾക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 പേരെ ഓർക്കാൻ വേണ്ടിയിട്ട് ബക്കർ, ഹാസെ, ജംബർ എന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2024 കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയ 3 പേര് പെട്ടെന്ന് നമുക്ക് ആ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഇത് മാത്രം ഓർത്താൽ മതി. ബക്കർ, ഹാസെ, ജംബർ. നമുക്കറിയാം ബക്കറ്റിലിരുന്ന് ജമ്പ് ചെയ്ത് കളിക്കുന്നത്, വെള്ളത്തിൽ കളിക്കുന്ന കുട്ടികളാണ്. അത് കാണാൻ നല്ല കൗതുകവും രസവുമാണ്. അപ്പോൾ രസതന്ത്രം. അപ്പോൾ ബക്കർ, ഹാസെ, ജംബർ. ഒന്നുകൂടെ പറയാം, ഈ പ്രാവശ്യം ബക്കർ, ഹാസെ, ജംബർ എന്ന് പഠിക്കുമ്പോൾ അത് കെമിസ്ട്രി നോബൽ സമ്മാനമാണ്. ബക്കർക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും, ഹസാബിസിനും ജംബറിനും പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് പ്രഡിക്ഷനും. ഓക്കെ, അടുത്ത നമ്മൾ ഫിസിക്സ് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഫിസിക്സിൽ ഇപ്രാവശ്യം 2 പേർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. ജോൺ ഹോപ്ഫീൽഡ് USA, ജിയോഫ്രി ഹിൻഡൻ കാനഡ. 2 പേരെയും രാജ്യങ്ങളോട് ഓർക്കുക. ജോൺ ഹോപ്ഫീൽഡ് USA, ജിയോഫ്രി ഹിൻഡൻ കാനഡ. ഇവർ കിട്ടാനുള്ള കാരണം കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്തു. ഇത് നോബൽ സംഘാടകർ ഇവരെ നോബൽ നൽകിയിട്ട് അവർ അവിടെ ചുവടെ എഴുതിയ സംഭവമാണ്. അവർക്ക് കിട്ടാനുള്ള മാറ്റർ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്തു. അതായത് AI സംവിധാനം തന്നെയാണ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത 2 പേരാണ് ജോൺ ഹോപ്ഫീൽഡ് USA, ജിയോഫ്രി ഹിൻഡൻ കാനഡ. ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ അക്കാദമിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പാടുള്ള സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് മാത്സ് ആയിരുന്നു. പൊതുവേ കുട്ടികളെല്ലാവരും പറയാറ് പാടുള്ള സബ്ജക്റ്റ് മാത്സാണ്. മാത്സ് അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പറയുന്നത് ഫിസിക്സാണ്. മാത്സ് എന്ന സബ്ജക്റ്റ് നോബൽ സമ്മാനത്തിലില്ല. മാത്സിന് വേണ്ടി പ്രത്യേക ഒരു നോബൽ പോലൊരു സാധനമുണ്ട്, ആബേൽ പ്രൈസ്. അത് 24 കിട്ടിയത് മിഷേൽ തലഗ്രാൻഡിനാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം മാത്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പൊതുവെ അക്കാഡമിക്ക് പറയുന്നത് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിട്ട് പറയാറുണ്ട്. പൊതുവേ ആണ്, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയാം. അപ്പോൾ ഫിസിക്സിൽ ഹോപ്പും ഹിൻഡും ഉണ്ടെങ്കിൽ ഫിസിക്സിൽ ഉയർന്ന മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാത്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പാടാനുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ പ്രാവശ്യം ഫിസിക്സ് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ ഫിസിക്സ് ആണ്. അപ്പോൾ ഹോപ്പ് ഉണ്ടായിരിക്കണം, ഹിൻഡ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഹോപ്പ് ഹിൻഡ് ഉണ്ടെങ്കിലേ നമുക്കൊരു മെഷീൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ.
കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്തതിന് ഈ പ്രാവശ്യത്തെ ഫിസിക്സ് നോബൽ കിട്ടി. ആ രണ്ടുപേരുടെ പേര് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ജോൺ ഹോപ്ഫീൽഡ് USA, ജിയോഫ്രി ഹിൻഡൻ കാനഡ. അപ്പോൾ നമ്മൾ നോബൽ സമ്മാനത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് ഈ വർഷത്തെ സാമ്പത്തികത്തിലൂടെ നമ്മൾ ഈ നോബൽ സമ്മാനം 24 പഠിക്കുമ്പോഴത്തേക്കും 6 വിഷയങ്ങളും ഏകദേശം ഓക്കെ ആവും. അപ്പോൾ ഈ സാമ്പത്തികത്തിൽ ഈ പ്രാവശ്യം 3 പേർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. ആ 3 പേരിൽ ഡാരൻ മോഗ്ലു, അദ്ദേഹം ടർക്കിഷ് ആണ്, പക്ഷേ പ്രവർത്തിക്കുന്നതെല്ലാം USA-ലാണ്. എല്ലാവരും ടർക്കിഷ് USA. ഡാരൻ മോഗ്ലു ടർക്കിഷ് USA. പിന്നെ സൈമൺ ജോൺസൺ ബ്രിട്ടീഷ് USA, ജെയിംസ് റോബിൻസൺ ബ്രിട്ടീഷ് USA. അപ്പോൾ നോക്കി, ഈ ബ്രിട്ടീഷ് USA വന്ന 2 പേർ ഒഴിച്ച് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് ഡാരൻ മോഗ്ലു. ഡാരൻ മോഗ്ലു ടർക്കിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയാൽ ടർക്കിഷ് ആരാന്ന് ചോദിക്കുക. ടർക്കിഷ് സാമ്പത്തിക വിദഗ്ധൻ ആരാന്ന് ചോദിച്ചാൽ ഡാരൻ മോഗ്ലു ആണ്. അപ്പോൾ നമുക്കറിയാം വീട്ടിൽ AC ഓഫ് ആകുമ്പോഴാണ് ടർക്കി എടുക്കുക, അത് ഓർക്കാം. പിന്നെ മാത്രമല്ല ടർക്കിഷ്, ബ്രിട്ടീഷ് എല്ലാത്തിലും ഷൂ ഉണ്ട്. ഷൂവിൻ്റെ ഫ്രണ്ടിൽ കായെന്ന് ചേർത്താൽ കാശ് ഉണ്ടാകും. കാശുമായി ബന്ധപ്പെട്ടതാണ് സാമ്പത്തികം. അപ്പോൾ ഈ പ്രാവശ്യം സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയത് ഡാരൻ മോഗ്ലു ടർക്കിഷ് USA, സൈമൺ ജോൺസൺ ബ്രിട്ടീഷ് USA, ജെയിംസ് റോബിൻസൺ ബ്രിട്ടീഷ് USA. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം: ഒരു മോള്, ഒരു മോൻ, 2 മക്കൾ. അപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ മക്കളാണ് സമ്പത്ത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം. പിന്നീട് തിരിച്ചറിയും മക്കളല്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാം മക്കളാണ് സമ്പത്ത് നടത്താൻ. ഇവിടെ സണ്ണുണ്ട്, ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. ഈ മോൻ IMF-ൽ പ്രവർത്തിച്ച വ്യക്തിയാണ്, ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട്. ഓക്കെ, സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള സൈമൺ ജോൺസൺ ആണ് ഈ 3 പേരിൽ IMF-ൽ പ്രവർത്തിച്ച വ്യക്തി. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം സാമ്പത്തിക നോബൽ സമ്മാനം ഈ പ്രാവശ്യം കിട്ടിയ 3 പേരിൽ ടർക്കിഷിലുള്ള വ്യക്തിയാണ് ഡാരൻ മോഗ്ലു. ബാക്കി 2 പേരും ബ്രിട്ടീഷ് USA ആണ്. ഓക്കെ, അപ്പോൾ ഒരു മോള്, ഒരു മോൻ, 2 മക്കളാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം കിട്ടും. ഇനി ഇവർക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക അസമത്വങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക അസമത്വങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന നിഗമനത്തെക്കുറിച്ച് വളരെ വിശദീകരണം നടത്തിയ ഈ 3 സാമ്പത്തിക വിദഗ്ധർക്ക് 2024 എക്കണോമിക്സ് നോബൽ സമ്മാനം കിട്ടി. അതുമാത്രമല്ല ഇവർ യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ അനന്തരഫലത്തിലൂന്നിയാണ് ഇവർ ഗവേഷണം നടത്തിയത്. യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ അനന്തരഫലത്തിലൂന്നിയാണ് ഇവർ ഗവേഷണം നടത്തിയത്. അപ്പോൾ ആ 3 പേരുടെ പേര് ഡാരൻ മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഓക്കെ, എല്ലാവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഇപ്പോൾ വന്ന ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നു പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറേ വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നോബൽ സമ്മാനം PSCയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനം തന്നെയാണ്. അപ്പോൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്തെങ്കിലും വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും നിങ്ങളത് ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസും കാര്യങ്ങളൊക്കെയാണ്, ആൾക്കാരുണ്ട്, രാജ്യങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാം വിശദമായിട്ട് ഒന്നുകൂടെ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.